In this video, I am going to discuss about forging process. ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർജിംഗ് പ്രോസസ്സിനെ കുറിച്ചാണ്. ഫോർജിംഗ് ഈസ് കൺസിഡേർഡ് ആസ് ദി വൺ ഓഫ് ദി ഓൾഡസ്റ്റ് മെത്തേഡ് ഓഫ് മെക്കാനിക്കൽ വർക്കിംഗ് ഓഫ് മെറ്റൽസ്. ഫോർജിംഗ് എന്ന് പറയുന്നത് ഒരു ഓൾഡസ്റ്റ് മെത്തേഡാണ് മെക്കാനിക്കൽ വർക്കിംഗ് ഓഫ് മെറ്റൽസിൽ യൂസ് ചെയ്യുന്നത്. Okay, so in a forging process, plastic deformation of metal take place between two dies under compressive stress in order to achieve the desired shape. So that's the definition of a forging process. So in forging process, plastic deformation of metal or workpiece taken place between two die surfaces under compressive stress in order to achieve the required shape. ഇപ്പോൾ ഒരു ഫോർജിങ് പ്രോസസ്സിൽ പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ ഓഫ് മെറ്റൽ ടേക്ക് പ്ലേസ് ചെയ്യുന്നത് രണ്ട് ഡൈ സർഫേസിനിടയിൽ വർക്ക് പീസിനെ വെച്ചതിന് ശേഷം കംപ്രസീവ് സ്ട്രെസ് അപ്ലൈ ചെയ്തിട്ടാണ്. സോ ഡ്യൂ ടു ദാറ്റ് കംപ്രസീവ് സ്ട്രെസ് the metal undergo plastic deformation and required shape is achieved. So that's the definition of a forging process. See, this forging process are classified into two types based upon the temperature at which the forging process take place. First one, hot forging process, and second one, cold forging process. In the case of hot forging process, the material or the workpiece is heated above recrystallization temperature, then the forging process will take place. In cold forging process, the material is heated below recrystallization temperature, or otherwise the forging process take place at room temperature. So forging process based upon temperature രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഹോട്ട് ഫോർജിങ് പ്രോസസ്സും രണ്ടാമത്തത് കോൾഡ് ഫോർജിങ് പ്രോസസ്സുമാണ്. സോ ഹോട്ട് ഫോർജിങ് പ്രോസസ്സിൻ്റെ കേസിൽ മെറ്റീരിയൽ ഓർ വർക്ക് പീസിനെ ഇനീഷ്യലി റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചറിന് എബോവ് ആയിട്ട് ഹീറ്റ് ചെയ്യും. അതിനുശേഷം ഫോർജിങ് പ്രോസസ്സ് ചെയ്യും. കോൾഡ് ഫോർജിങ്ങിൻ്റെ കേസിൽ മെറ്റീരിയലിനെ ബിലോ റീക്രിസ്റ്റലൈസേഷൻ ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്തതിന് ശേഷം അതിനെ ഫോർജിങ് പ്രോസസ്സ് ചെയ്യും. സോ ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹോട്ട് ഫോർജിങ് ആൻഡ് കോൾഡ് ഫോർജിങ്. Then the forging process is again classified into two types, that is open die forging process and closed die forging process. ഫോർജിങ് പ്രോസസ്സിൻ്റെ മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് ഓപ്പൺ ഡൈ ഫോർജിങ് പ്രോസസ്സും അതേപോലെ തന്നെ ക്ലോസ്ഡ് ഡൈ ഫോർജിങ് പ്രോസസ്സും. അപ്പോൾ എന്താണ് ഓപ്പൺ ഡൈ ഫോർജിങ് പ്രോസസ്സ്? സി, ദിസ് ഇസ് ദ ഫിഗർ ഓഫ് ഓപ്പൺ ഡൈ ഫോർജിങ് പ്രോസസ്സ്. ഇൻ ഓപ്പൺ ഡൈ ഫോർജിങ് പ്രോസസ്സ്, മെറ്റൽ ഈസ് allowed to flow freely in lateral direction without restriction. So that's the definition of an open die forging process. In open die forging process, metal is allowed to flow freely in lateral direction without restriction. See, open die forging is carried out between flat dies. See, this is a figure of open die forging process. അപ്പോൾ എന്താണ് ഓപ്പൺ ഡൈ ഫോർജിങ് പ്രോസസ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്? ഓപ്പൺ ഡൈ ഫോർജിങ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് മെറ്റീരിയൽ ഈസ് ഫ്രീ ടു ഫ്ലോ ഇൻ ലാറ്ററൽ ഡയറക്ഷൻ. അതായത് രണ്ട് ഡയറക്ഷനിലേക്കും മെറ്റീരിയൽ എന്താവും? ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യും. ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ. സോ ഓപ്പൺ ഡൈ ഫോർജിങ് പ്രോസസ്സ് വി ആർ കോമൺലി യൂസിങ് ടു ഫ്ലാറ്റ് ഡൈസ്. രണ്ട് ഫ്ലാറ്റ് ഡൈസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇത് ഫ്ലാറ്റ് ഡൈയുടെ ലോവർ ആണ്, ഇത് അപ്പർ ആണ്. ലോവർ ഡൈ എല്ലായ്പ്പോഴും സ്റ്റേഷനറി ആയിരിക്കും. അപ്പർ ഡൈ എന്ത് ചെയ്യും? അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് മൂവ് ചെയ്യും. സോ ഇനീഷ്യലി മെറ്റീരിയലിനെ, അതായത് വർക്ക് പീസിനെ ഹീറ്റ് ചെയ്തതിന് ശേഷം ലോവർ ഡൈയുടെ മുകളിൽ പ്ലേസ് ചെയ്യും. അതിനുശേഷം അപ്പർ ഡൈ വന്നിട്ട് ഈ വർക്ക് പീസിൻ്റെ മുകളിൽ നിന്നിട്ട് ഒരു കംപ്രസീവ് ഫോഴ്സ് എന്ത് ചെയ്യും? ആക്ട് ചെയ്യും. സോ കംപ്രസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്ത് മെറ്റീരിയൽ രണ്ട് ഡയറക്ഷനിലേക്ക് ഫ്ലോ ചെയ്യും. ദർ ഈസ് നോ റെസ്ട്രിക്ഷൻ ഫോർ ദി മെറ്റീരിയൽ ടു ഫ്ലോ ഇൻ ഐദർ ലാറ്ററൽ ഡയറക്ഷൻ. ദാറ്റ് ഈസ് നോൺ ആസ് ഓപ്പൺ ഡൈ ഫോർജിങ് പ്രോസസ്. സോ ഓപ്പൺ ഡൈ ഫോർജിങ് പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ ഓപ്പൺ ഡൈ ഫോർജിങ് പ്രോസസ് ദ മെറ്റീരിയൽ ഈസ് ഫ്രീ ടു ഫ്ലോ ഇൻ ലാറ്ററൽ ഡയറക്ഷൻ ഡ്യൂറിങ് ദി ഫോർജിങ് പ്രോസസ്. ഓക്കെ,
So open die forging process usually carried out in flat dies. Then second one is closed die forging process. See, closed die forging processന് വേറൊരു പേരാണ് ഫ്ലാഷ്ലെസ് ഫോർജിങ് പ്രോസസ്സ്. അപ്പോൾ എന്തുകൊണ്ടാണ് അതിനെ ഫ്ലാഷ്ലെസ് ഫോർജിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് നോ ഫ്ലാഷ് വിൽ ബി പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദി ഫോർജിങ് പ്രോസസ്സ്. അപ്പോൾ ഫ്ലാഷ് എന്ന് പറയുന്നൊരു ഡിഫക്റ്റാണ്. നമ്മൾ ഓൾറെഡി കാസ്റ്റിംഗ് പഠിച്ചിട്ടുണ്ട്, ഫ്ലാഷ് ആൻഡ് ഫിന്ന്, ദാറ്റ് ഇസ് എ ഡിഫക്റ്റ്. അതുപോലെ തന്നെയാണ് ഫോർജിങ്ങിൻ്റെ കേസിലും. So in a closed die forging process, there is no flash will be producing, so it is also known as flashless forging process. See, in closed die forging process, the metal flow is completely constrained. So material that will be placing inside the die cavity after heating and a compressive force will be acting. So metal flow around the die cavity. Up to the die cavity surface, the metal will be flow and achieving the required shape. ഇപ്പോൾ ക്ലോസ്ഡ് ഡൈ ഫോർജിങ് പ്രോസസ്സ് അതിൻ്റെ വേറൊരു പേരാണ് ഫ്ലാഷ്ലെസ് ഫോർജിങ് പ്രോസസ്സ്. സോ ഈ ക്ലോസ്ഡ് ഡൈ ഫോർജിങ് പ്രോസസ്സിൽ മെറ്റീരിയലിൻ്റെ ഫ്ലോ കൺസ്ട്രെയിൻഡ് ആണ് കംപ്ലീറ്റ് ആയിട്ട്. മെറ്റീരിയലിനെ ഹീറ്റ് ചെയ്തതിന് ശേഷം, മെറ്റീരിയൽ മീൻസ് വർക്ക് പീസിനെ ഹീറ്റ് ചെയ്തതിന് ശേഷം ഈ ഡൈ ക്യാവിറ്റിയിലേക്ക് പ്ലേസ് ചെയ്യും. ദെൻ കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ് ടു ഡൈ സർഫസ് എന്ത് ചെയ്യും, മെറ്റീരിയൽ ഫ്ലോ ചെയ്ത് റിക്വയർഡ് ഷേപ്പ് അച്ചീവ് ചെയ്യും. അതിനെയാണ് ക്ലോസ്ഡ് ഡൈ ഫോർജിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് ദ ഫിഗർ ഓഫ് ക്ലോസ്ഡ് ഡൈ ഫോർജിങ് പ്രോസസ്സ്. സോ ദിസ് ഈസ് ഡൈ ക്യാവിറ്റി, ദാറ്റ് ഈസ് സ്റ്റേഷനറി, ആൻഡ് ദിസ് ഈസ് പഞ്ച്. അതായത് ഇതുപോലത്തെ ഒരു ഡൈ ക്യാവിറ്റി ഉണ്ടാവും, ഇതുപോലത്തെ ഒരു ഡൈ ക്യാവിറ്റി ഉണ്ടാവും, ഒരു പഞ്ചും ഉണ്ടാവും. സോ മെറ്റീരിയലിനെ ഹീറ്റ് ചെയ്തതിന് ശേഷം ഈ ഡൈ ക്യാവിറ്റി പ്ലേസ് ചെയ്യും. ദെൻ പഞ്ച് താഴോട്ടേക്ക് മൂവ് ചെയ്തിട്ട് കംപ്രസീവ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. സോ കംപ്രസീവ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന സമയത്ത് മെറ്റീരിയൽ അപ് ടു ഡൈ ക്യാവിറ്റി സർഫസ് ചെയ്ത് വരെ ഫ്ലോ ചെയ്തിട്ട് എന്ത് റിക്വയർഡ് ഷേപ്പ് അച്ചീവ് ചെയ്യും. അതിനെയാണ് ക്ലോസ്ഡ് ഡൈ ഫോർജിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ വി ഹാവ് ഓപ്പൺ ഡൈ ഫോർജിങ് പ്രോസസ്സ് ആൻഡ് ക്ലോസ്ഡ് ഡൈ ഫോർജിങ് പ്രോസസ്സ്. ഓപ്പൺ ഡൈ ഫോർജിങ് പ്രോസസ്സിൽ ദർ ഈസ് നോ കൺസ്ട്രെയിൻസ് ഫോർ material to flow in lateral direction. That means material is free to flow in lateral direction during forging process. Closed die forging process, the material that will flow only up to die surface and the required shape is achieved. ഇതാണ് ഓപ്പൺ ഡൈ ഫോർജിങ് പ്രോസസ്സും ക്ലോസ്ഡ് ഡൈ ഫോർജിങ് പ്രോസസ്സും തമ്മിലുള്ള വ്യത്യാസം. നെക്സ്റ്റ് വൺ, ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് ഫോർജിങ് പ്രോസസ്. See, there are four methods of forging process. First one, hand forging. Second one, drop forging. Third one, press forging. And last one, machine forging. 4 മെത്തേഡാണ് ഫോർജിങ് പ്രോസസ്സ് ഉള്ളത്. ഹാൻഡ് ഫോർജിങ്, ഡ്രോപ്പ് ഫോർജിങ്, പ്രസ് ഫോർജിങ് ആൻഡ് മെഷീൻ ഫോർജിങ്. So first one, hand forging. So hand forging is a traditional method of forging. By using hand, the compressive force will be acting over the workpiece surface through intermittent hammering. So for hand forging process എന്ന് പറയുന്നത് ഫോർജിങ്ങിലെ ഓൾഡ് ട്രഡീഷണൽ മെത്തേഡാണ്. ഇപ്പോൾ ഹാൻഡ് ഫോർജിങ് പ്രോസസ്സിൽ കംപ്രസീവ് ഫോഴ്സ് വർക്ക് പീസിന് മുകളിൽ ആക്ട് ചെയ്യുന്നത് ഹാമർ ഉപയോഗിച്ചിട്ടാണ്. ഹാമർ ഉപയോഗിച്ചിട്ട് ഇൻ്റർമിറ്റൻ്റ് ആയിട്ട് ഹാമറിങ് ചെയ്തിട്ടാണ് വർക്ക് പീസിന് എന്ത് ചെയ്യുന്നത്, ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നത്. സോ അത് ടൈം കൺസ്യൂമിങ് ആണ്, ലോട്ട് ഓഫ് എഫേർട്ട് ഉണ്ട്. എഫേർട്ട് will be required for changing the shape of a workpiece. So second case ആണ് drop forging. So drop forging എന്ന് പറയുന്നത് it's a machine forging process. See, drop forging is an operation done in closed impression die. Blow is applying using drop hammer. അപ്പോൾ എന്താണ് ബ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലോ എന്ന് പറയുന്നത് ടെക്നിക്കൽ വേർഡാണ്. അതായത് നമ്മൾ ഹാമറിങ് ചെയ്യുന്നതിന് ഫോർജിങ്ങിൽ പറയുന്ന വാക്കാണ് ബ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലോ അപ്ലൈ ചെയ്യുന്നത് ഡ്രോപ്പ് ഹാമർ മെഷീൻ വെച്ചിട്ടാണ് ബ്ലോ എന്ത് ചെയ്യുന്നത്, വർക്ക് പീസ് സർഫസിന് മുകളിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ബ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാമർ വെച്ചിട്ട് വർക്ക് പീസിൻ്റെ മുകളിൽ അടിക്കുന്നതിന് പറയുന്ന പേരാണ് ബ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രോപ്പ് ഫോർജിങ്ങിൽ ഡ്രോപ്പ് ഹാമേഴ്സ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബ്ലോ അപ്ലൈ ചെയ്യുന്നത് വർക്ക് പീസിന് മുകളിൽ. സോ ഡൈ ഹാവ് 2 half യൂസ്ഡ് ഫോർ സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് പ്രൊഡക്റ്റ്. അപ്പോൾ ഡ്രോപ്പ് ഫോർജിങ് എന്ന് പറയുന്നത് ഡ്രോപ്പ് ഹാമർ വെച്ചിട്ടാണ് ഡ്രോപ്പ് ഫോർജിങ്ങിൽ ബ്ലോ അപ്ലൈ ചെയ്യുന്നത് വർക്ക് പീസിന് മുകളിൽ. ബ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാമറിങ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബ്ലോ എന്ന് പറയുന്നത്.
Then press forging. See, in press forging process, hydraulic or pneumatic press will be used, which is used to slowly squeeze the metal in closed impression die. അപ്പോൾ പ്രസ് ഫോർജിങ് പ്രോസസ്സിൽ ഹൈഡ്രോളിക് ഓർ ന്യൂമാറ്റിക് പ്രസ്സാണ് യൂസ് ചെയ്യുന്നത്. അതിൽ ബ്ലോ അല്ല അപ്ലൈ ചെയ്യുന്നത്. ബ്ലോ മീൻസ് ഹാമറിങ് ആയിരിക്കുമല്ലോ ബ്ലോ എന്ന് പറയുന്നത്. അതിന് പകരമായിട്ട് സ്ലോ ആയിട്ട് മെറ്റലിനെ സ്ക്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇംപ്രഷൻ ഡൈയിൽ വെച്ചിട്ട് സ്ലോ ആയിട്ട് മെറ്റലിനെ സ്ക്യൂസ് ചെയ്തിട്ട് റിക്വയർഡ് ഷേപ്പ് അച്ചീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനാണ് പ്രസ് ഫോർജിങ് എന്ന് പറയുന്നത്. ദ ലാസ്റ്റ് വൺ ഇസ് ദി മെഷീൻ ഫോർജിങ് പ്രോസസ്. മെഷീൻ ഫോർജിങ് പ്രോസസ്സിൽ ഐദർ ദ മെഷീൻ വിൽ അപ്ലൈ കണ്ടിന്യൂസ് ഫോഴ്സ് ഓർ ഇൻ്റർമിറ്റൻറ്റ് ഇമ്പാക്ട് ലോഡ്. അപ്പോൾ മെഷീൻ ഫോർജിങ് പ്രോസസ്സിൽ മെഷീന് ഒന്നുകിൽ കണ്ടിന്യൂസ് ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് മെറ്റലിനെ സ്ക്യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇൻ്റർമിറ്റൻറ്റ് ഇമ്പാക്ട് ലോഡ് കൊടുക്കാൻ പറ്റും, അതായത് ബ്ലോ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇൻ്റർമിറ്റൻറ്റ് ഇമ്പാക്ട് ലോഡിന് ഫോർജിങ്ങിൽ പറയുന്ന പേരാണ് ബ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെയാണ് മെഷീൻ ഫോർജിങ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ഫോർജിങ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. സോ 4 ഫോർജിങ് മെത്തേഡുകളാണുള്ളത്: ഹാൻഡ് ഫോർജിങ്, ഡ്രോപ്പ് ഫോർജിങ്, പ്രസ് ഫോർജിങ് ആൻഡ് മെഷീൻ ഫോർജിങ്. So next one, various forging operations. What are the various operations that can be performed in a forging process? So first one, upsetting. എന്താണ് upsetting? Increasing cross-sectional area of a bar at a desired portion at the expense of its length is known as upsetting. So upsetting എന്ന് വെച്ച് കഴിഞ്ഞാൽ increasing cross-sectional area of a bar, അതായത് ഒരു ബാറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻക്രീസ് ചെയ്യാം. ഇനീഷ്യലി ബാർ ഇങ്ങനെയാണെങ്കിൽ ഒരു റൗണ്ട് ബാറാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷനിലെ ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻക്രീസ് ചെയ്യാം. അതായത് ഈ ഒരു പോർഷനിലെ ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻക്രീസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വരും, ബൾജ് ചെയ്ത് വരും. സോ ഇൻക്രീസിങ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് എ ബാർ അറ്റ് എ ഡിസൈർഡ് പോർഷൻ അറ്റ് ദ എക്സ്പെൻസ് ഓഫ് ലെങ്ത് ഈസ് നോൺ ആസ് അപ്സെറ്റിംഗ്. സി ദ പോർഷൻ ടു ബി അപ്സെറ്റഡ് ഈസ് ഹീറ്റഡ് ആൻഡ് ദെൻ ഹാമേഡ് ആക്സിയലി. അതായത് ഈ ഒരു പോർഷനാണ് നമ്മൾ അപ്സെറ്റ് ചെയ്യുന്നതെങ്കിൽ ആദ്യം ഈ ഒരു പോർഷൻ ഹീറ്റ് ചെയ്യും. എൻ്റയർ വർക്ക് പീസ് ഹീറ്റ് ചെയ്യണമെന്നില്ല, ഈ ഒരു പോർഷൻ മാത്രം ഹീറ്റ് ചെയ്തിട്ട് റെഡ് ഹോട്ട് കണ്ടീഷനിലാക്കും. അതിനുശേഷം ഹാമറിങ് ഉപയോഗിച്ചിട്ട് ആക്സിയലി എന്ത് ചെയ്യും, കംപ്രസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യും. ഇതിനെയാണ് അപ്സെറ്റിംഗ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ആണ് ഡ്രോയിങ് ഡൗൺ. ഇൻ ദിസ് പ്രോസസ് ലെങ്ത് ഓഫ് മെറ്റൽ ഇൻക്രീസസ് വിത്ത് ദ കറസ്പോണ്ടിങ് റിഡക്ഷൻ ഇൻ ക്രോസ് സെക്ഷണൽ ഏരിയ. അതായത് ക്രോസ് സെക്ഷണൽ ഏരിയ മീൻസ് തിക്നെസ് റെഡ്യൂസ് ചെയ്തിട്ട് ലെങ്ത് ഓഫ് വർക്ക് പീസ് ഇൻക്രീസ് ചെയ്യുന്നതിനെയാണ് ഡ്രോയിങ് ഡൗൺ എന്ന് പറയുന്നത്. സി ഇൻ ദിസ് പ്രോസസ് ലെങ്ത് ഓഫ് മെറ്റൽ ഇൻക്രീസസ് വിത്ത് ദ കറസ്പോണ്ടിങ് റിഡക്ഷൻ ഇൻ ക്രോസ് സെക്ഷണൽ ഏരിയ. ക്രോസ് സെക്ഷണൽ ഏരിയ മീൻസ് തിക്നെസ് ആണ് ഉദ്ദേശിച്ചത് കേട്ടോ. അതായത് തിക്നെസ് റെഡ്യൂസ് ചെയ്തിട്ട് വർക്ക് പീസ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുക. ആ ഒരു പ്രോസസ്സിനെയാണ് ഡ്രോയിങ് ഡൗൺ എന്ന് പറയുന്നത്. സോ ഡ്രോയിങ് ഡൗൺ കോമൺലി ചെയ്യുന്നത് 2 സ്റ്റെപ്പിലാണ്. ആദ്യം ഫുള്ളറിങ് ചെയ്യും. ഫുള്ളറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർമിറ്റൻ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്രോസ് സെക്ഷണൽ തിക്നെസ് റെഡ്യൂസ് ചെയ്യും. ഫുള്ളർ ഉപയോഗിച്ചിട്ട് ഹാമർ വെച്ച് അടിച്ചിട്ട് ഇൻ്റർമിറ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഇനീഷ്യലി സ്ട്രെയിറ്റ് ആയിട്ടുള്ള വർക്ക് പീസ് ആയിരിക്കും. അപ്പോൾ ഇൻ്റർമിറ്റൻ്റ് ആയിട്ട് ഒരു ഫുള്ളർ വെച്ചിട്ട് അടിച്ചിട്ട് എന്ത് ചെയ്യും, ക്രോസ് സെക്ഷണൽ തിക്നെസ് റെഡ്യൂസ് ചെയ്യും. അതിനുശേഷം ഫ്ലാറ്റർ വെച്ചിട്ട് വീണ്ടും ഹാമർ ചെയ്യും. ഫ്ലാറ്റർ വെച്ച് ഹാമർ ചെയ്യുന്ന സമയത്ത് തിക്നെസ് കുറഞ്ഞിട്ട് വർക്ക് പീസ് ലെങ്ത് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഇതിനെയാണ് എന്ത് പറയുന്നത്, ഡ്രോയിങ് ഡൗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രോയിങ് ഡൗൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസ് ഇൻ ദ ലെങ്ത് ഓഫ് എ വർക്ക് പീസ് വിത്ത് ദ കറസ്പോണ്ടിങ് റിഡക്ഷൻ ഇൻ ക്രോസ് സെക്ഷണൽ തിക്നെസ്. അതിനെയാണ് ഡ്രോയിങ് ഡൗൺ എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ ആണ് സെറ്റിംഗ് ഡൗൺ. സെറ്റിംഗ് ഡൗൺ മീൻസ് ലോക്കൽ തിന്നിങ് ഡൗൺ ബൈ എ സെറ്റ് ഓഫ് ഹാമേഴ്സ്. അതായത് ലോക്കലൈസ്ഡ് ആയിട്ട് വർക്ക് പീസിൻ്റെ തിക്നെസ് കുറക്കുക. അപ്പോൾ ഇതൊരു വർക്ക് പീസാണ്. അപ്പോൾ ഈ ഒരു വർക്ക് പീസിൻ്റെ ഈ ഒരു പോർഷന് നമുക്ക് തിക്നെസ് കുറക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു പോർഷൻ മാത്രം ഹാമറിങ് ചെയ്തിട്ട് തിക്നെസ് കുറക്കാം. ഈ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, സെറ്റിംഗ് ഡൗൺ എന്ന് പറയുന്നത്. ലോക്കലൈസ്ഡ് തിക്കനിങ് എന്നാണ് അതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ബെൻഡിങ് ആണ്. ബെൻഡിങ് ഈസ് ദ പ്രോസസ് ഓഫ് ടേണിങ് എ പാർട്ട് അറൗണ്ട് എൻവിൽ ഹോൺ. സി ബാർസ് ആൻഡ് റോഡ് ആർ ബെൻഡ് ടു ഫോം റിംഗ് ആൻഡ് ഹുക്ക്. സി ബെൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർക്ക് പീസിന് എൻവിൽ ഹോൺ. അപ്പം എന്താണ് ഈ എൻവിൽ?
ഇതൊരു ഫോർജിങ് പ്രോസസ്സാണ് കണ്ടോ ഈ ഫിഗർ. അപ്പോൾ ഇതാണ് വർക്ക് പീസ്. ഇതൊരു ഡ്രോയിങ് ഡൗണോ അപ്സെറ്റിംഗ് ഒക്കെ ആയിരിക്കാം, കാരണം ലോക്കലൈസ്ഡ് ആയിട്ടുള്ള റെഡ് ഹോട്ട് കണ്ടീഷനിലാണ്. അപ്പോൾ വർക്ക് പീസിനെ ഹീറ്റ് ചെയ്തിട്ട് ഇതുപോലെ റെഡ് ഹോട്ട് കണ്ടീഷൻ ആയിരിക്കും. അപ്പോൾ ഈ കണ്ടീഷനിലുള്ള വർക്ക് പീസിലുള്ളതിനാണ് റെഡ് ഹോട്ട് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വർക്ക് പീസിനെ ഒരു എൻവിലിൻ്റെ മുകളിലാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് എൻവിൽ എന്ന് പറയുന്നത്. ഈ ഒരു സാധാരണ ഫോർജിങ് ഷോപ്പിൽ യൂസ് ചെയ്യുന്ന സാധനമാണ് എൻവിൽ എന്ന് പറയുന്നത്. സോ വർക്ക് പീസിനെ ഇതിന് മുകളിൽ വെച്ചതിന് ശേഷം ഹാമറിങ് ചെയ്യും. ഈ ഹാമറിങ്ങിന് ഫോർജിങ്ങിൽ പറയുന്ന പേരാണ് ബ്ലോ എന്ന് പറയുന്നത്. കണ്ടോ, ഇതും വർക്ക് പീസ് റെഡ് ഹോട്ട് കണ്ടീഷനാണ്, എൻവിലിൻ്റെ മുകളിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ എൻവിലിൻ്റെ ഈ ഒരു പോർഷനെ പറയുന്ന പേരാണ് ഹോൺ എന്ന് പറയുന്നത്. ഈ കേസിലാണെങ്കിൽ ഇവിടെ കണ്ടോ, ഈ ഒരു പോർഷനെ പറയുന്ന പേരാണ് ഹോണ്, ഇതിൽ ഈ ഒരു പോർഷനെ പറയുന്ന പേരാണ് ഹോൺ എന്ന് പറയുന്നത്. അപ്പോൾ ബെൻഡിങ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ബെൻഡിങ് ഈസ് ദ പ്രോസസ് ഓഫ് ടേണിങ് എ പാർട്ട് എറൗണ്ട് എൻവിൽ ഹോൺ. അപ്പോൾ ഈ ഒരു എൻവിൽ ഹോളിന് എറൗണ്ട് ആയിട്ട് ഒരു പാർട്ടിനെ ടേൺ ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ബെൻഡിങ് എന്ന് പറയുന്നത്. ആ ഇനീഷ്യലി മെറ്റലിനെ ഹീറ്റ് ചെയ്യും, അതിനുശേഷം ഈ ഒരു ഹോണിന് എറൗണ്ട് ആയിട്ട് മെറ്റൽ പീസിനെ ടേൺ ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് ബെൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, so bending is the process of turning a part around anvil hole. See, bar and rod are bent to form rings hooks. അപ്പോൾ റിങ്ങുകളും ഹുക്കുകളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാറും റോഡും ബെൻഡ് ചെയ്യാണ്. ദ നെക്സ്റ്റ് വൺ ആണ് കട്ടിങ്. റിമൂവിങ് എ പീസ് ഓഫ് മെറ്റൽ ബൈ എ ചിസൽ. അതായത് ഒരു പീസിനെ രണ്ട് പാർട്ടാക്കിയിട്ട് മാറ്റുന്നതിനെയാണ് കട്ടിങ് എന്ന് പറയുന്നത്. സോ ആദ്യം ആ വർക്ക് പീസിനെ ഹീറ്റ് ചെയ്യും, ദെൻ ചിസൽ വെച്ചിട്ട് അടിച്ചിട്ടാണ് ഹാമറിങ് ചെയ്തിട്ടാണ് രണ്ട് കഷ്ണാക്കി മാറ്റുന്നത്. Then sixth one is the punching process. See, punching is the process of producing a hole in a job. See, initially the job is heated and supported on a block. See, block have a hole slightly larger than hole to be made. അതായത് പഞ്ചിങ് എന്ന് പറയുന്നത് ഒരു വർക്ക് പീസിൻ്റെ മുകളിൽ ഹോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പഞ്ചിങ് എന്ന് പറയുന്നത്. സോ ഇനീഷ്യലി എന്ത് ചെയ്യും, ആ ജോബിനെ അല്ലെങ്കിൽ വർക്ക് പീസെ കംപ്ലീറ്റ് ആയിട്ട് ഹീറ്റ് ചെയ്യും. അതിനുശേഷം അത് ഫോർജിങ് ഷോപ്പിലെ ഒരു ബ്ലോക്ക് ഉണ്ട്, ആ ബ്ലോക്കിന് മുകളിൽ വെക്കും. ഈ ബ്ലോക്കിന് പറയുന്ന പേരാണ് സ്വേജ് ബ്ലോക്ക്. സോ ബ്ലോക്കിന് മുകളിൽ വെച്ചതിന് ശേഷം എന്ത് ചെയ്യും, ഒരു പഞ്ച് എടുത്തിട്ട് അതിനെ ഹാമറിങ് ചെയ്തിട്ടാണ് ഹോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബ്ലോക്കിൽ പഞ്ച് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഹോളിനേക്കാളും കുറച്ചുകൂടി ലാർജറായിട്ടുള്ള ഹോൾ ഉണ്ടാവും. ഓക്കെ, അതിൻ്റെ മുകളിലാണ് വർക്ക് പീസ് എന്ത് ചെയ്യുന്നത്, പ്ലേസ് ചെയ്യുന്നത്. So punching is the process of producing a hole in a workpiece. Initially workpiece is heated and placed over a block, then hammering and hole will be produced. The last one is forge welding. So forge welding എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെൽഡിംഗ് എന്ന് പറയുന്നത് രണ്ട് മെറ്റലിനെ ജോയിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വെൽഡിംഗ് എന്ന് പറയുന്നത്. ത്രൂ ഫോർജിങ് ഓപ്പറേഷൻ joining two metal pieces is known as forge welding. So joining two metallic surface or pieces is known as forge welding. Heated the two surface to high temperature, then hammering, then the joining process will take place. അപ്പോൾ ഇത്രയാണ് വേരിയസ് ഫോർജിങ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയായിരുന്നു വേരിയസ് ഫോർജിങ് ഓപ്പറേഷൻസ്? അപ്സെറ്റിംഗ്, ഡ്രോയിങ് ഡൗൺ, സെറ്റിംഗ് ഡൗൺ, ബെൻഡിങ്, കട്ടിംഗ്, പഞ്ചിങ് ആൻഡ് ഫോർജ് വെൽഡിങ്. ഇത്രയാണ് വേരിയസ് ഫോർജിങ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഫോർജിങ് ഡെഫിനിഷൻ എന്താണ്, ഹോട്ട് ഫോർജിങ് എന്താണ്, കോൾഡ് ഫോർജിങ് എന്താണ്, ഓപ്പൺ ഡൈ ഫോർജിങ് എന്താണ്, ക്ലോസ് ഡൈ ഓർ ഇംപ്രഷൻ ഫോർജിങ് എന്താണ്, ക്ലോസ് ഡൈ ഫോർജിങ് എന്താണ്, ദെൻ ഡിഫറൻറ്റ് ഫോർജിങ് മെത്തേഡ് എന്താണ്, ദെൻ വേരിയസ് ഫോർജിങ് ഓപ്പറേഷൻസ് എന്താണ്. സി അതിൽ ഈ ക്ലോസ് ഡൈ ഫോർജിങ്ങിൻ്റെ വേറൊരു പേരാണ് ഇംപ്രഷൻ ഡൈ ഫോർജിങ് അല്ലെങ്കിൽ ഫ്ലാഷ്ലെസ് ഫോർജിങ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ ഐ ഹാവ് മെൻഷൻ ദ ടേം ക്ലോസ് ഡൈ ഫോർജിങ് ഇൻ വേരിയസ് മെത്തേഡ് ഓഫ് ഫോർജിങ് പ്രോസസ്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഇംപ്രഷൻ ഡൈ ഫോർജിങ്, അതേപോലെ തന്നെ ക്ലോസ് ഡൈ ഫോർജിങ്, ഫ്ലാഷ്ലെസ് ഫോർജിങ് ഒക്കെ സെയിം ആണ് ഏകദേശം. ഓക്കെ, അതായത് ഇറ്റ് വിൽ നോട്ട് പെർമിറ്റ് ദ ഫ്ലോ ഓഫ് മെറ്റീരിയൽ ഇൻ ലാറ്ററൽ ഡയറക്ഷൻ. ലാറ്ററൽ ഡയറക്ഷനിൽ മെറ്റീരിയൽ എന്ത് ചെയ്യില്ല, ഫ്ലോ ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻ ഉണ്ടാവും. അതാണ് ഇംപ്രഷൻ ഡൈ ഫോർജിങ്, ക്ലോസ് ഡൈ ഫോർജിങ് എന്നൊക്കെ പറയുന്നത്, ഫ്ലാഷ്ലെസ് ഫോർജിങ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ താങ്ക് യു.